ഇനി മുതൽ നടക്കുമ്പോൾ രണ്ടുണ്ട് കാര്യം. നമ്മുടെ ഹൃദയത്തിനായി നടക്കുമ്പോൾ മറ്റൊരു കുഞ്ഞു ഹൃദയം കൂടി സംരക്ഷിക്കപ്പെടുന്ന പദ്ധതി ആസ്റ്റർ മിംസ് പ്രഖ്യാപിച്ചു. ആസ്റ്റർ വളണ്ടിയേഴ്സിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഹാർട്ട് ടു ഹാർട്ട് കെയർ പദ്ധതിക്കാണ് തുടക്കമായത്. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ആസ്റ്റർ മിംസും ആസ്റ്റർ വളണ്ടിയേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹാർട്ട് ടു ഹാർട്ട് കെയർ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി ദിവസേന നടക്കുന്ന ആളുകളുടെ നടത്തം ദിവസേന റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്താൽ ഓരോ 10,000 സ്റ്റെപ്പിനും 100 രൂപ ആസ്റ്റർ വളണ്ടിയേഴ്സ് കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പണത്തിലേക്ക് മാറ്റിവെക്കുന്ന പദ്ധതിയാണിത്. ക്യാമ്പയിനിൽ പങ്കെടുക്കുവാൻ ആസ്റ്റർ വളണ്ടിയേഴ്സ് ലഭ്യമാക്കിയിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യണം. നടത്തത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. സെപ്റ്റംബർ 28 മുതൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം ഒരു കുഞ്ഞു ഹൃദയം സംരക്ഷിക്കാനുള്ള പണവും നൽകാനാവുമെന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് മേയർ പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും ഒക്കെ അവർ അവരുടെ ജീവിതശൈലി മാറ്റി അവരിൽ ഉണ്ടായിരുന്ന ഹൃദ്രോഗത്തിന്റെ തോത് വളരെയധികം കുറച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമായിരിക്കെ കേരളം കുതിച്ചു മുന്നോട്ടാണ് പോകുന്നത് ഹൃദ്രോഗികളുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഈ കൊറോണ കൂടി വന്ന കാലത്ത് അതിനുശേഷമുള്ള ചില പഠനങ്ങളും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടില്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ കരുതണം എന്നൊരു സന്ദേശം ഈ ഒരു സമയത്ത് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഇന്റർനാഷണൽ ഡേയ്സ് ഒക്കെ ആചരിക്കുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ റീചാർജ്. നമുക്ക് ഫോണിന്റെ ചാർജ് തീർന്നു പോകുമ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് വിട്ടു പോകാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഡേയ്സ് ലോകം മുഴുവൻ ആചരിക്കുന്നത്. ഈ പദ്ധതി വഴി ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് അടിയന്തര സഹായം ആവശ്യമുള്ള നിർധനരായ കുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കാനും ജീവിതത്തിലെ മനോഹാരിതയിലേക്ക് അവരെ തിരികെ എത്തിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുമെന്ന് ഇന്റർവെൻഷണൽ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സൽമാൻ സലാഹുദ്ദീൻ പറഞ്ഞു. പ്രഖ്യാപന പരിപാടിയിൽ മിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹംസ, CMS ഡോക്ടർ എബ്രഹാം മാമൻ, ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസ്, ഡോക്ടർ സുദീപ് കോശി കുര്യൻ, ഡോക്ടർ ബിജോയ് കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ കോട്ടൂർ, പരവച്ചേരി,